പക്ഷെ ഇന്ന് ഒത്തിരി വാല് കട്ട് ചെയ്യുന്ന കാലമാണല്ലോ. കാരണം അത് പാല് കട്ട് ചെയ്യുന്ന കാലമാണ്. പാലല്ല കട്ട് ചെയ്യേണ്ടത്, ആ ബോധം മനസ്സിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. അതെ പാല് കട്ട് ചെയ്തൊന്നും അതെ അത് മനസ്സിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല പലരും. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു കുട്ടികൾ അവിടെ ഏതാണ്ട് അനാഥരായിട്ട് നമ്മുടെ സംസ്കാരത്തെപ്പറ്റി, നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു വീക്ഷണം ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം നമുക്കില്ല. ആ കോളനിയിലുള്ള മുഴുവൻ കുട്ടികളും, നമുക്ക് മതമൊന്നും അക്കാര്യത്തിലില്ല, നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൂല്യ അധിഷ്ഠിത ജീവിത വീക്ഷണം ഉണ്ടാക്കുന്ന ക്ലാസ്സുകളാണ്. പ്രകൃതി തന്നെ എന്നെ ഓർമ്മിപ്പിച്ച് തന്നതാണ്. എന്തിനാണ് നീ ജനിച്ചത്? ഓരോരുത്തർക്കും ഒരു ജന്മത്തിലൊരു ഉദ്ദേശം ഉണ്ടാകും. ആ ഉദ്ദേശം ഇങ്ങനെ എവിടെയെങ്കിലും ജോലി ചെയ്ത് അങ്ങനെ കുറേ പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കടമയുണ്ട്, ഒരു ധർമ്മമുണ്ട്. നമ്മൾ പണ്ഡിതനാണ്, നിങ്ങൾ വന്നിരിക്കൂ, ഞാൻ പറഞ്ഞ കേൾക്കാന്നുള്ളതല്ല. അവരുമായിട്ട് സൗഹൃദവും സ്നേഹവും ഉണ്ടാക്കി ഓരോ വീടുകളിലും ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ നമുക്കറിയാം. ആ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കും, അത് ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. ആ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, പ്രസംഗിക്കാനോ പാടാനോ എന്തെല്ലാം കഴിവുകളുണ്ട്, ആ കുട്ടിയുടെ ക്ലാസ്സിൽ പെർഫോമൻസ് അങ്ങനെയാണ്. അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ പാരൻസ് അറിയുന്ന പോലെ നമുക്കറിയാം. നമസ്തേ, എല്ലാവർക്കും ഏരീശ്വരയ്ക്ക് സ്വാഗതം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ തിരഞ്ഞു പിടിക്കുന്ന ഗസ്റ്റിനേക്കാളും വന്നു ചേരുന്ന കുറേ ഗസ്റ്റുകളുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ഗസ്റ്റിലേക്കാണ്. ചില സംഭാഷണങ്ങളിലിടയിൽ പറഞ്ഞു വന്ന പേര്, കണ്ടിന്യൂസ് ആയി പറഞ്ഞു വന്നൊരു പേരിൽ നിന്നാണ് ഇന്നത്തെ ഗസ്റ്റിലേക്കുള്ള യാത്ര. വളരെ സന്തോഷത്തോടെയും അതിലേറെ ആദരവോടു കൂടിയും ഇന്നത്തെ ഗസ്റ്റിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. സർ നമസ്കാരം. ഞങ്ങളെല്ലാവരും MRS അല്ലേ, MRS മേനോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫുള്ള് പേര് പറയുമ്പോൾ ശങ്കരൻകുട്ടി അല്ലേ. അപ്പോൾ പേരിൽ തന്നെ തുടങ്ങാം. ഈ പേര് എഴുതുന്ന സമയത്തെ ഈ മേനോൻ എന്നുള്ള സാധനം അങ്ങ് കട്ട് ചെയ്യണ്ടേ അല്ലേ? അത് മനഃപൂർവ്വം ചെയ്തതാണോ? അത് ഞങ്ങളുടെ നാട്ടിലെ ആ സമ്പ്രദായത്തിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ പേര് മാത്രം, അത് കഴിഞ്ഞ് പ്രായപൂർത്തിയായി ജോലിയൊക്കെ കിട്ടുമ്പോൾ മേനോന് ചേർക്കും. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, രാഘവൻ സ്കൂളിലെ പേര്. ജോലി കിട്ടിയപ്പോൾ അച്ഛൻ രാഘവ മേനോനായി. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ സ്വാഭാവികമായിട്ട് ആയതാണത്. പക്ഷെ ഇന്ന് ഒത്തിരി വാല് കട്ട് ചെയ്യുന്ന കാലമാണല്ലോ. കാരണം അത് പാല് കട്ട് ചെയ്യുന്ന കാലമാണ്. പാലല്ല കട്ട് ചെയ്യേണ്ടത്, ആ ബോധം മനസ്സിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. പാല് കട്ട് ചെയ്തൊന്നും അത് മനസ്സിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല പലരും. തീർച്ചയായിട്ടും മനസ്സിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ അത് എന്താ പറയുക, ഒരു ചോദ്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അങ്ങയുടെ ഒരു തുടക്കം. കാരണം വളരെ ആദരിക്കപ്പെടുന്നൊരു പ്രായമാണ് അങ്ങടെ. ഒത്തിരി എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി, ഒരുപാട് മഹാന്മാരോടായിട്ടുള്ള അടുപ്പം. പല സമയങ്ങളിലും പറഞ്ഞു കേട്ടുള്ളത് നമ്മൾ പോലും വെച്ചാൽ ഇതൊക്കെ സ്ഥിരമായി വായിക്കുന്ന ബുക്കുകൾ അവർ പോലും വായിക്കുന്നേക്കാൾ മുന്നേ വായിക്കുകയും അതിനെപ്പറ്റി നിരൂപണങ്ങൾ പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും യൂട്യൂബൊക്കെ തുടങ്ങുന്ന കാലത്ത് തന്നെ യൂട്യൂബിൽ ചില കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ അക്കൗണ്ട്സ് അല്ലേ അങ്ങ് വർക്ക് ചെയ്തിട്ട് അക്കൗണ്ട്സിലായിരുന്നു. KCBയിൽ റിട്ടയർ ചെയ്ത് അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ്. അപ്പോൾ ഈ സംഖ്യകളുടെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് അങ്ങ് എപ്പോഴും ഈ ഒരു ആത്മീയ പാത അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഏതും ആയിക്കോട്ടെ, ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, കാരണം എല്ലാവരുമായിട്ടും വളരെയധികം എന്താ പറയുക, വളരെ വിശാലമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന അങ്ങ് ഇങ്ങനൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു പാതയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? അത് നമുക്ക് ജീവിക്കാൻ ഒരു ജോലി വേണം. അപ്പോൾ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടി. ഇപ്പോൾ ജോലി നമുക്ക് സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യണമെങ്കിലും അടിസ്ഥാനമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാകണം. അങ്ങനെ ജോലി കിട്ടി. അപ്പോൾ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായി. നമ്മുടെ പാഷൻ അനുസരിച്ച് ഇത്രയും കാലം നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനും സാധിച്ചു. പക്ഷെ അപ്പോൾ നന്ദി പറയേണ്ടത് അതിനൊക്കെ അടുത്തറായിട്ട് നമുക്കൊരു ജോലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. സത്യം. അപ്പം അതിലൊരു സാമ്പത്തികമായുള്ളൊരു അടിത്തറ എല്ലാത്തിലും ആവശ്യമാണ്.
അപ്പോൾ അങ്ങ് പാരമ്പര്യമായിട്ടിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, അങ്ങ് മൂലപട്ടത്തൊക്കെ ജോലി ചെയ്യുന്ന കാലം മുതലേ 10-50 വർഷത്തോളം അങ്ങ് ഈ കുഞ്ഞുങ്ങളായിട്ടാണ് അതെ അതെ 55 വർഷമായി 55 വർഷമായില്ലേ? 50 എന്നല്ല 55 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ 55 വർഷത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു കാലമല്ല അത്. 50-55 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു 6 മാസം കഴിയുമ്പോൾ കമ്പനി മാറുന്ന കാലമാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒരു കുറച്ച് കുഞ്ഞുങ്ങളെ തൻ്റേതായ വീട്ടിൽ തൻ്റെ സ്ഥലത്ത് വിളിച്ചു കൊടുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അതൊരു ചിന്തയാണല്ലേ. ആ ചിന്ത എന്ന് പറഞ്ഞാൽ അതും ഇന്ന് കാണുന്ന ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത കാലം. അങ്ങനെ എങ്ങനെയത് വന്നത്? അത് ഞാൻ 1970 68 ജോലി കിട്ടി. 70 മൂലമറ്റത്ത് വന്നു. മൂലമറ്റത്തെ ജീവിതമാണ് എന്നെ സ്വാധീനിച്ചത്, എന്നെ ഒരു ദിശാബോധം തന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, അത് നമുക്കൊരു മാർഗനിർദ്ദേശം ഉണ്ടായി വന്നത് മൂലമറ്റത്ത് വെച്ചാണ്. മൂലമറ്റത്ത് KSEBയുടെ ക്വാർട്ടേഴ്സുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് പവർ വരുന്ന സ്ഥലമാണ്. അന്നവിടെ 500ഓളം ക്വാർട്ടേഴ്സുകളുണ്ട്. KSEB ജീവനക്കാർ 500ഓളം ക്വാർട്ടേഴ്സുകളുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ഉറച്ച ഒരു ഹിന്ദുമത വിശ്വാസിയും സനാതനധർമ്മ വിശ്വാസിയാണ്. അവിടെ വന്നപ്പോൾ എല്ലാ മതസ്ഥർക്കും അവരവരുടേതായ ആരാധനാ സ്ഥലങ്ങളുണ്ട്, അവരവരുടേതായ മതബോധന ക്ലാസ്സുകളുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഓരോ വിഭാഗത്തിലും പ്രത്യേകമുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു കുട്ടികൾ അവിടെ ഏതാണ്ട് അനാഥരായിട്ട് നമ്മുടെ സംസ്കാരത്തെപ്പറ്റി നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു വീക്ഷണം ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം നമുക്കില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് മൂലമറ്റത്തൊരു ആശ്രമമുണ്ട്. മൂലമറ്റം ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മലയുടെ മുകളിൽ കാടിനുള്ളിലാണ് ചട്ടമ്പിസ്വാമി പരമ്പരയിൽപ്പെട്ട ആശ്രമമാണ്. ആ ആശ്രമത്തിലെ സ്വാമിജിയുമായിട്ടുള്ള ബന്ധവും ആലുവയിൽ ഗോപാലാനന്ദ തീർത്ഥപാദ എന്നൊരു സന്യാസിയുണ്ട്, ഗീതാഭവൻ ട്രസ്റ്റ്. അദ്ദേഹം 2-3 ഹൈസ്കൂളുകൾ നടത്തുന്നുണ്ട് വിദ്യാധിരാജ് എന്നുള്ള പേരിൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ കേരളത്തിൽ 50ഓളം സ്ഥലത്ത് കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ ആലുവയിലെ ഗോപാലാനന്ദ തീർത്ഥസ്വാമിയായിട്ടുള്ള ബന്ധവും മൂലമറ്റം ആശ്രമമായിട്ടുള്ള ബന്ധവും കൂടി ചേർന്നപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റി നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി നമ്മുടെ കലകളെപ്പറ്റി അതിൻ്റെ മൂല്യബോധം ഒക്കെ പകർന്നു കൊടുക്കാനുള്ള ഒരു ക്ലാസ് ആരംഭിക്കണമെന്നൊരു തോന്നൽ 1970 തുടങ്ങി. അതിപ്പോൾ 2025 55 കൊല്ലമായിട്ടും ആ ഒരു കാര്യം അനുസ്യൂതമായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ്. ഞായറാഴ്ചകളുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ക്ലാസ്. അതാണ് മൂലമറ്റത്ത് വെച്ച് ഈ ക്ലാസ് തുടങ്ങാനുള്ള സാഹചര്യം. അത് നമുക്കതിന് സ്ഥലമൊന്നുമില്ല, നമുക്ക് സ്ഥലമൊന്നുമില്ല. ഞങ്ങളവിടെ ഗവൺമെൻറ്റിൻ്റെ സ്കൂള് KSEB ജീവനക്കാരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ്. ആ ഗവൺമെൻറ് സ്കൂളിൽ ഒരു മുറി വാടകയ്ക്കല്ല, ഒരു മുറി ആവശ്യപ്പെട്ട് തന്നു. ആ മുറിയിൽ വെച്ച് ഞങ്ങൾ കുട്ടികളുടെ ക്ലാസ് തുടങ്ങി. അത് വളർന്ന് വികസിച്ച് ഞാൻ അവിടെ നിന്ന് 76 പോരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഒരു നല്ല ഓഡിറ്റോറിയവും ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ ക്ലാസ് മുറിയിൽ നിന്ന് ഒരു സ്വന്തം ആസ്ഥാനത്തിലേക്ക് അത് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ആ കോളനിയിലുള്ള മുഴുവൻ കുട്ടികളും, നമുക്ക് മതമൊന്നും അക്കാര്യത്തിലില്ല, നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൂല്യ അധിഷ്ഠിത ജീവിത വീക്ഷണം ഉണ്ടാക്കുന്ന ക്ലാസ്സുകളാണ്. അത് പ്രത്യേകിച്ച് ഒരു മതാടിസ്ഥാനം എന്നും പറയണതിലും നല്ലത് ഒരു ധാർമ്മിക അടിസ്ഥാനം. അത് അവിടെ 6 കൊല്ലം നടത്തിയതാണ് എൻ്റെ തുടക്കം. എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് പ്രകൃതി തന്നെ എന്നെ ഓർമ്മിപ്പിച്ച് തന്നതാണ്. എന്തിനാണ് നീ ജനിച്ചത്? ഓരോരുത്തർക്കും ഒരു ജന്മത്തിലൊരു ഉദ്ദേശം ഉണ്ടാകും. ആ ഉദ്ദേശം ഇങ്ങനെ എവിടെയെങ്കിലും ജോലി ചെയ്ത് അങ്ങനെ കുറേ പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു കടമയുണ്ട്, ഒരു ധർമ്മമുണ്ട്. അത് നമ്മൾ എന്താണ് നമ്മുടെ ധർമ്മം, എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം,
ആ ഒരു കാര്യം എന്താണെന്ന് എന്നെ പ്രകൃതി തന്നെ എന്നെ ഓർമ്മപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ്. അത് ഇന്നും തുറന്നുകൊണ്ട് പോകുന്നു. ഈ ചില സമയത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ മനുഷ്യൻ്റെ ചിന്തകളെ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരുപാട് പ്രാധാന്യം. എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഒരേ ഒരു മകളായിട്ടുള്ള ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ശങ്കർ എപ്പോഴും പറയുന്നൊരു കാര്യം, ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ആ സ്ഥലത്തിന് ചില തപശക്തികളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ആ ഒരു പ്രായത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഒരു 21 വയസ്സ് 20-20കളുടെ 21 അന്നൊന്നും വയസ്സ് അന്ന് സത്യം പറഞ്ഞാൽ ദിശാബോധത്തിനേക്കാൾ അപ്പുറം ഒരു ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്ന ഒരു പ്രായമാണ്. ഇന്ന് അതിനേക്കാളും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് അങ്ങ് പറഞ്ഞു ആലുവയിലെ ബന്ധം അല്ലെങ്കിൽ അവിടെയുള്ള ആശ്രമത്തിൻ്റെ ബന്ധം ഇതൊക്കെ ശരി. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതാരെങ്കിലും ഒരു വിത്ത് നമുക്ക് ഇട്ടതായിരിക്കണം. എത്ര നല്ല വിത്താണെങ്കിലും എത്ര നല്ല വിത്തല്ലെങ്കിലും സാഹചര്യങ്ങളാണ് ആ വിത്തിനെ നന്നാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനൊരു വിത്ത് അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും അത് ആരാണ് അങ്ങേ ഒരു 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 അത് തീർച്ചയായിട്ടും ഒരു ഗ്രാമത്തിൽ, ഉം. കുഗ്രാമം എന്ന് പറയാം, ഉം. ഒരു സൈക്കിളിനപ്പുറം ഒരു വാഹനമില്ലാത്ത ഒരു ഗ്രാമത്തിൽ ജനിച്ച്, അപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടെന്ന്. ഇന്ന് കാണുന്ന നഗരമല്ല, അതെ അതെ നിഷ്കളങ്കരായിട്ടുള്ള പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ വളർന്ന് ആ ഗ്രാമത്തിലെ നമ്മുടെ ഗ്രാമക്ഷേത്രവും ഉം. നമ്മുടെ പഴയ ഒരു തറവാടും ഉം. സർപ്പക്കാവും അവിടുത്തെ ഒരു നമ്മൾ വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ ഉം. നമ്മളിതിന് സഹായിച്ചിട്ടുണ്ട്. ഓ. പക്ഷേ മൂലമറ്റത്ത് വന്നപ്പോൾ ഒന്ന് മാധവാനന്ദ സ്വാമി, മൂലമറ്റ ആശ്രമത്തിലെ സന്യാസി എന്ന് പറഞ്ഞു, അദ്ദേഹമാണെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരു മരപ്പണിക്കാരനായിട്ട് ആശ്രമത്തിൽ വന്ന ആൾ ഗുരുവിൻ്റെ മരപ്പണി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന വളരെ യോഗ്യനായിട്ടുള്ള ആളാണ് മാധവാനന്ദ സ്വാമി. മാധവാനന്ദ സ്വാമിയായിട്ടും പിന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള റിട്ടയർ ചെയ്ത ഒരു രാമകൃഷ്ണൻ, ഉം. വളരെ സാത്വികനായിട്ടുള്ള വ്യക്തി. അപ്പോൾ എന്നെ ഈ വഴിക്കൊക്കെ തിരിക്കാനും എന്നെ ഒരു രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്ക് വഹിച്ച ആള് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. മെൻഡറായിട്ട്, ഒരു വലിയ മെൻഡറായിട്ട് മെൻഡറായിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്, ഒരു തെറ്റ് പോലും ചെയ്യാതെ ജീവിതത്തിൽ നമ്മളെ ശരിയായിട്ടുള്ള വഴിയൊക്കെ നമ്മളെ കൊണ്ടുവന്ന് അദ്ദേഹത്തെയാണ് ഞാൻ മാതൃകയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം എൻ്റെ ഒരു മെൻഡർ എന്ന് പറയാം. എന്നെ ഈ രീതിയിൽ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോഴും 88-89 വയസ്സായി ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കമാണ് നമുക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. പിന്നെ പല പല കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം എനിക്ക് ഒരു നേതൃത്വത്തിൽ നിന്നപ്പോഴും ഏറ്റവും നല്ലൊരു സപ്പോർട്ട്, എന്ത് കാര്യം ചെയ്യാനും രാമൻ സാറുണ്ട്. ഇതന്നെ പിന്നെ വേറൊരു ഗംഗാധരൻ എന്നൊരു സാറ്, ഇവർ രണ്ടുപേരും, ഞങ്ങൾ 3 പേരായിരുന്നു. ഈ ഒരു കൂട്ടുകെട്ടാണ് വാസ്തവത്തിൽ എന്നെ രൂപപ്പെടുത്തിയതിന് അടിത്തറയിട്ട്. ഇതിന് ഒത്തിരി ഈ കുട്ടികളെ ആദ്യം സംഘടിപ്പിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പാരൻസിനുള്ള ആദ്യം കാണുക അല്ലേ, പാരൻസിനോട് ചോദിക്കണം അല്ലെങ്കിൽ പാരൻസിനോട് പറയണം ഇങ്ങനൊരു ഒരു ആശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്യമം അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അങ്ങനെ കൊളീഗ്സിൻ്റെ മക്കളായിരിക്കാം, അങ്ങനെ സീനിയേഴ്സിൻ്റെ മക്കളായിരിക്കാം, അവിടെ നിന്നുള്ള ഒരു മലയോര പ്രദേശമാകുമ്പോൾ അതിൻ്റേതായുള്ള ആൾക്കാരും ഉണ്ടാവും, പല മതസ്ഥരും ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇതിന് വല്ല സ്വീകരണക്കുറവോ സ്വീകരിക്കപ്പെട്ടത് കൂടുതലോ ആയിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ആദ്യം മുതൽ നല്ല സ്വീകരണമാണ് കിട്ടിയത്. അത് ഒരു പശ്ചാത്തലമുള്ളത്, എല്ലാവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ സൗകര്യങ്ങളുണ്ട്, നമുക്ക് മാത്രം യാതൊരു സൗകര്യങ്ങളും ഇല്ല എന്നുള്ള ഒരു പശ്ചാത്തലം. പിന്നെ ഞങ്ങളിത് തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളൊക്കെ അവിടുത്തെ ആദരണീയമായ വ്യക്തിത്വമാണ്. പിന്നെ അവിടുത്തെ ഉയർന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തുടങ്ങിയ ആൾക്കാരൊക്കെ സമീപിച്ച് അവർ ഞങ്ങളുടെ പേട്രൻസായിട്ട്, പ്രസിഡൻ്റൊക്കെ ആയിട്ട് അവരിരിക്കാൻ സമ്മതിച്ചു. അപ്പോൾ എന്താ നോക്കുമ്പോൾ എല്ലാ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കൊള്ളാം, ഇത് നന്നായിട്ട് നടക്കും, ഇതിൻ്റെ പിന്നിൽ വേറൊരു രാഷ്ട്രീയോ വർഗീയോ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവിടെ ഏതാണ്ട് 100% എന്ന് പറയാം മുഴുവൻ വീടുകളിലെ കുട്ടികൾ, 150-200 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും കുട്ടികൾ, മുഴുവൻ വീടുകളിലെ കുട്ടികളും ഈ ക്ലാസ്സിൽ വരികയും പിന്നീട് പല പല പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് കുട്ടികൾ, അതുകൊണ്ടാണല്ലോ നമുക്ക് സ്ഥലം മേടിച്ച് ഒരു ഹോളൊക്കെ ഉണ്ടാക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചത്. അതെ തീർച്ചയായിട്ടും. ഇതിൽ ഓർക്കപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ
ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ മാനസിക ആ, ആ, വികാസം, അതോടൊപ്പം തന്നെ അന്നത്തെ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷിഫ്റ്റിൻ്റെ കാലഘട്ടമാണ് അല്ലേ. 70-കളിൽ നിന്ന് 80-കളിലേക്ക് മാറുന്നത്. ഈ കമ്പ്യൂട്ടറും ടി വിയും ഇതെല്ലാം വരുന്ന ഒരു കാലഘട്ടമാണ്. പലരും ടി വി ഇല്ലാത്ത വീടുകളിലേക്ക്, റേഡിയോ ഉള്ള വീടുകളിലേക്ക് ടി വിയും, ടി വി ഉള്ള വീടുകളിലേക്ക് പിന്നീട് കമ്പ്യൂട്ടറും വരുന്ന കാലഘട്ടത്തിലേക്ക് മാറുന്ന ഒരു ചെറിയൊരു ഒരു വ്യത്യാസമുള്ളൂ. അത്രയും നേരോ സമയം. അപ്പോൾ അങ്ങനെ ഓർത്തെടുക്കപ്പെടുന്ന എന്തെങ്കിലും ചില അനുഭവങ്ങളുണ്ടാവും. ചില കുട്ടികളുടെ പഠിപ്പിച്ച കുട്ടികൾ അവർ അനുഭവിച്ച വിഷമങ്ങൾ അങ്ങ് ഇടപെട്ടത്, അങ്ങനെ വല്ല ഓർത്തെടുക്കുന്ന വല്ല അനുഭവങ്ങളുണ്ട്? അത് അന്ന് 55 കൊല്ലം മുമ്പുള്ള കുട്ടികളിൽ ഒരു 60-70 കുട്ടികളെങ്കിലും ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അവർ പലരും റിട്ടയർ ചെയ്തു, കൊച്ചുമക്കളായി, എന്നിട്ടും അവരിപ്പോഴും എന്നെ ആ പഴയ ഒരു ഭാവത്തിൽ കാണുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ രീതി. നമ്മൾ പണ്ഡിതനാണ്, നിങ്ങൾ വന്നിരിക്കൂ, ഞാൻ പറഞ്ഞ കേൾക്കാമെന്നുള്ളതല്ല. അവരുമായിട്ട് സൗഹൃദവും സ്നേഹവും ഉണ്ടാക്കി. ഓരോ വീടുകളിലും ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ നമുക്കറിയാം. ആ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കും, അത് ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. ആ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, പ്രസംഗിക്കാനോ പാടാനോ എന്തെല്ലാം കഴിവുകളുണ്ട്, ആ കുട്ടിയുടെ ക്ലാസ്സിൽ പെർഫോമൻസ് അങ്ങനെയാണ്. അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ പാരൻസ് അറിയുന്ന പോലെ നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു ബന്ധം ഉണ്ടായപ്പോൾ ആ വീട്ടിലെ ഒരാളെ പോലെ നമ്മളായിത്തീരുന്നു. അതുകൊണ്ട് പണ്ട്, ഇന്നിപ്പോൾ നമ്മൾ ഒരാളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ പുറത്തേക്ക് പറഞ്ഞു വിടില്ല. നമ്മൾ തീർച്ചയായും ഒരാൾ കൂട്ടത്തിൽ വിടില്ല. അന്ന് എനിക്കന്ന് 22 വയസ്സാണ് കേട്ടോ, വിവാഹം പോലും കഴിച്ചിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ എത്ര കുട്ടികൾ. ഞാൻ മൂലമറ്റത്താണ്, എൻ്റെ നാട് എറണാകുളത്തിനടുത്തുള്ള പനങ്ങാടാണ്. ഈ പനങ്ങാട്ടേക്ക് ഓരോ ആഴ്ചയും പോരുമ്പോൾ 5-6 കുട്ടികൾ വീട്ടിലേക്ക് വരും. അത് പെൺകുട്ടികൾ ധാരാളമുണ്ട്. ഇവർ വീട്ടിലേക്ക് വരും, വീട്ടിൽ നിൽക്കും. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വേറൊരു ബാച്ച് കുട്ടികളെ കൊണ്ടുവരും. എന്നുവെച്ചാൽ അതാണ് വിശ്വാസം. എനിക്ക് ഇന്ന് അത്ഭുതം തോന്നുകയാണ്. ഇത്തരം കുട്ടികൾ എൻ്റെ കൂടെ, എൻ്റെ അറിയാത്ത, എൻ്റെ നാടെവിടെയാണെന്നോ എൻ്റെ വീടെവിടെയാണെന്നോ അറിയില്ല, ടെലിഫോണില്ല, മൊബൈൽ ഫോണില്ല, കത്തയക്കണം. ആ കാലത്തൊക്കെ ഇത്രയും കുട്ടികൾ വരാൻ വീട്ടിലേക്ക് വരിക, വീട്ടിൽ താമസിക്കുക, പിന്നെ താഴ്ച വേറൊരു ബാച്ച് വരിക. ഇന്നും ആ കുട്ടികൾ ആ സ്നേഹബന്ധം പുലർത്തുക എന്ന് പറയുന്നത്, നമ്മൾ വെറും ഒരു കുട്ടികളെ കഥകൾ പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു അധ്യാപകനല്ല. നമ്മൾ അവരുടെ സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തിയായി മാറിയത് കൊണ്ടാണ് ഇപ്പോഴും 55 കൊല്ലം കഴിഞ്ഞിട്ടും കൊച്ചുമക്കളായിട്ടും ആ കുട്ടികളും അവരുടെ കുടുംബങ്ങളും നമ്മളോട് ഇന്നും ആ സ്നേഹം പുലർത്തുന്നത് നമ്മുടെ പ്രവർത്തന രീതി കൊണ്ടാണ്. ഒരു ക്ലാസ് തുടങ്ങി പഠിപ്പിക്കുക എന്നുള്ളതല്ല. സത്യം സത്യം. ഒരു അധ്യാപകൻ അതല്ലെങ്കിൽ ഒരു ഗുരു ഒക്കെ ഒന്ന് പേടിക്കപ്പെടുന്ന അവസ്ഥയല്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കഥകളും. നമ്മളെ കുട്ടികളെ നമുക്ക് പറഞ്ഞയക്കണോ, ഈവൻ കുടുംബത്തിൽ തന്നെ നമ്മൾ പറഞ്ഞയക്കാത്ത അവസ്ഥ വന്നു തുടങ്ങി. പണ്ടൊക്കെ സ്കൂൾ പൂട്ടുമ്പോൾ 10-20 വിടില്ല. ഇപ്പം 80 വയസ്സായ ഒരാളുടെ കൂടെ 5 വയസ്സുള്ള കുട്ടിയെ വിടാൻ ഭയപ്പെടുന്ന കാലമാണിത്. ആ കാലത്താണ് 23 വയസ്സുള്ള എൻ്റെ കൂടെ കുട്ടികളൊക്കെ നാട്ടിൽ വരിക, അറിയാത്തൊരു നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അവരിലുണ്ടാക്കിയ വിശ്വാസം, അതാണ് പ്രധാനം. തീർച്ചയായിട്ടും ആ വിശ്വാസം നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഉണ്ടാക്കുന്നത്. പ്രസംഗം കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല വിശ്വാസം, നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം. അതാണ് ഈ 55 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം KCBയിൽ അക്കൗണ്ട്സ് ഓഫീസർ ആയതൊന്നുമല്ല. ഈ ഒരു കാര്യം, ദൗത്യം, ഈശ്വരൻ ഏൽപ്പിച്ചു തന്ന ഈ ഒരു ദൗത്യം ഇത്രയും കാലം നിരന്തരമായിട്ട് ഒരാൾ ഒരേ പ്രവൃത്തി 55 കൊല്ലം ചെയ്യുക എന്നുള്ളത് അപൂർവമാണ്. ചോദ്യമായിട്ടല്ല, ഇപ്പോൾ ഇങ്ങനൊരു ഉദ്യമം ഒരു ലാഭേച്ഛയില്ലാതെ, അല്ല കിട്ടുന്ന ശമ്പളം പോലും ഇന്ന് തികയുന്നില്ല ആൾക്കാർക്ക് അല്ലേ. കിട്ടുന്ന ശമ്പളം മന്ത് എൻഡിൽ വരുന്ന ശമ്പളം 5-ാം തീയതി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ തീർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ തുച്ഛമായ ശമ്പളം. അന്നൊക്കെ എനിക്ക് തോന്നുന്നു KCB ഒന്നും ഇത്ര ശമ്പളം കൊടുക്കുന്ന കാലം വളരെ അക്കൗണ്ട്സ് ഓഫീസർ അല്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഉദ്യമമുണ്ടല്ലോ. ഈ ഉദ്യമത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും അങ്ങയുടെ മാതാപിതാക്കളുടെ സപ്പോർട്ടില്ലാതെ അസാധ്യമാണ്. അപ്പോൾ അങ്ങനെ അത് മാതാപിതാക്കളുടെ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് അതോടൊപ്പം ചിലപ്പോൾ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ടാവും.
ഇത് അങ്ങ് എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്ത് എനിക്ക് എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല? ഞാനാണെങ്കിൽ മൂത്ത ആളാണ്. ഉം. താഴെ 6 പേരുണ്ട്. അപ്പോൾ 6 പേരുണ്ട്. ഉത്തരവാദിത്തം, അച്ഛൻ സ്കൂൾ മാഷായിരുന്നുകൊണ്ടും നാട്ടിൽ അത്യാവശ്യം ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ടും വലിയ കുഴപ്പമില്ല. സാമ്പത്തികമായിട്ട് ഉയർന്നതൊന്നും അല്ലെങ്കിലും ഒരിടത്തരം കുടുംബം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഇതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരെയും നല്ല പിന്തുണ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അന്ന് ജോലി കിട്ടിയാലേ നമുക്ക് ഇന്നത്തെ പോലെ ആവശ്യങ്ങളില്ല. ഇന്നിപ്പോൾ എത്ര കിട്ടിയാലും ആവശ്യങ്ങൾ തികയില്ലല്ലോ നമുക്ക്. അത് അന്നും ഇന്നും അങ്ങനെ കേട്ടോ. ഇന്നും നമ്മളൊരു ഗാന്ധിയൻ ജീവിത ദർശനമൊക്കെ പിന്തുടർന്നുകൊണ്ട് ആവശ്യങ്ങൾ കുറഞ്ഞാൽ എത്ര ചുരുങ്ങിയ വരുമാനം കൊണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. ആവശ്യങ്ങൾ പരിമിതമുള്ളെങ്കിൽ എത്ര പ്രൊമോഷൻ കിട്ടി എത്ര ഉയർന്ന പോസ്റ്റായാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അന്നൊക്കെ നമുക്ക് ഈ ഒരു ഗാന്ധിയൻ വീക്ഷണം, എൻ്റെ അച്ഛനൊരു ഖദർധാരി ആയതുകൊണ്ട് ഞാനും ആ ഖദറിലേക്ക് മാറി ഒരു ഗാന്ധിയൻ വീക്ഷണം ഉണ്ടായതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾ കുറവ്, ചിലവുകൾ കുറവ്, ആർഭാടങ്ങളില്ല. അപ്പോൾ നമുക്കിതുകൊണ്ട് ജീവിക്കാൻ പറ്റും. കൂടുതലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇല്ല, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ഉള്ളത് കൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇന്ന് വരുന്ന പുതിയ തലമുറ ഇപ്പം ഒരുപാട് എനിക്കൊന്ന് ഇന്ന് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം ഞാനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം പലരും ഇന്നിപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിട്ട് ജീവിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലരും ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ പ്രോപ്പർ മെൻറ്റർഷിപ്പ് അങ്ങേക്കൊക്കെ കിട്ടിയ ഒരു വലിയൊരു, എനിക്ക് തോന്നുന്നത് സിദ്ധിയായിട്ട് പറയാം. കാരണം അത്രയും വലിയ അനുഗ്രഹമാണ് നല്ലൊരു മെൻറ്റർ നമ്മൾ ഓഫീസിൽ കിട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ സഹപാഠിയായിട്ട് കിട്ടുക, നമ്മളുടെ അനിയനായിട്ട് കിട്ടുക, നിങ്ങൾക്ക് സിസ്റ്റേഴ്സായിട്ട് കിട്ടുക, അല്ലെങ്കിൽ അച്ഛനായിട്ട് കിട്ടുക. അതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. അതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ഒരിക്കലും അളന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇന്ന് വരുന്ന ഈ തലമുറയിലെ ആൾക്കാർ അങ്ങനെ ഒരു കോള് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ ഒരു കോള് നമ്മൾ എങ്ങനെ നമ്മളിത് പിക്കപ്പ് ചെയ്യണം? കാരണം അങ്ങേക്കിപ്പം എനിക്ക് തോന്നുന്നു അങ്ങേക്ക് 70 കാലഘട്ടങ്ങൾ മുതൽ ഇന്ന് ഈ 2026 വന്ന് നിൽക്കുന്നവരെ അങ്ങ് അല്ലേ ഒരുപാട് ജനറേഷനെ കണ്ടിട്ടുണ്ട്. കുട്ടികളായിട്ടും അങ്ങയുടെ മകൾ പോലും അല്ല ഒരുപാട് ജനറേഷൻ അങ്ങ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജനറേഷനിൽ ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പിക്കപ്പ് ചെയ്യണം? അങ്ങനെ അയാൾ ആഗ്രഹം എങ്ങനെ അയാൾ നടപ്പിലാക്കണം? അതിനൊരു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ കാഴ്ചപ്പാട് മൊത്തം മാറി, കുട്ടികളുടെ കാഴ്ചപ്പാട് മൊത്തം മാറി. ഇന്ന് എൻ്റെ മുമ്പിൽ ഇപ്പോഴും കുട്ടികളുണ്ട്. ഈ ഞായറാഴ്ചയും കുട്ടികളുണ്ട്, എല്ലാ ഞായറാഴ്ചയും കുട്ടികളുണ്ട്. ആ കുട്ടികൾ അന്നത്തെ കുട്ടികളിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. അന്നത്തെ കുട്ടികളോളം പരസ്പരം അടുപ്പം ഇന്ന് കുറച്ച് പേർക്കുണ്ട്. മൊത്തത്തിൽ പരസ്പരം അടുപ്പമില്ല. അന്ന് ഇതുമാതിരി ഞങ്ങൾ പഠിക്കാത്ത അങ്ങനെ തന്നെയാണ്. ഈ പഠിത്തം, ട്യൂഷൻ, പഠിത്തം ഇങ്ങനെയുള്ള ടെൻഷൻ അന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ, എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ കുട്ടികൾ വരാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കിട്ടാൻ ഞായറാഴ്ച ആയാൽ 100 പരിപാടികൾ, ട്യൂഷൻ ക്ലാസ്സുകൾ, വയലിൻ ക്ലാസ്, പിന്നെ പാട്ട് ക്ലാസ്, സംഗീത ക്ലാസ്, ഇങ്ങനെ പല ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സും ഇട്ട് ധാർമ്മികമൊന്നും പഠിച്ചിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന രക്ഷകർത്താക്കളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളുടെ ഇടയിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുക, അവരിലൊരു സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത്തരം ഒരു കുട്ടികളെ നമ്മുടെ കൈ കിട്ടി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടിനിടയ്ക്കും എൻ്റെ അനുഭവത്തിൽ പലരും അവിടെ ഇത്തരം കുട്ടികളുടെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് എല്ലാം കൂടി വന്ന് 6 മാസം, 1 കൊല്ലം നിർത്തും. ഞാൻ ഇപ്പം നടക്കുന്ന സ്ഥലത്ത്, ഞാനിപ്പോൾ തൃപ്പൂണിത്തുറയാണ്, പൂണിത്തുറ, ഇപ്പം നടക്കുന്ന സ്ഥലത്ത് ഞാൻ 40 കൊല്ലം നടക്കുന്നു. 40 കൊല്ലം നിരന്തരമായിട്ട് ഇപ്പം നടക്കണ 1986 ഈ വർഷം 40-ാം വർഷം 40-ാം വാർഷികം നടത്തുകയാണ്. അപ്പോൾ 40 വർഷം നടത്തി. ഒക്കെ പ്രതികൂലം. ഇന്ന് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. ആ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ നമ്മുടെ പ്രവർത്തന ശൈലി കൊണ്ടാണ് വീടുകളുമായിട്ടുള്ള ബന്ധം, കുട്ടികളുമായിട്ടുള്ള ബന്ധം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരുടെ സർവ്വതോമുഖമായ വളർച്ചയ്ക്ക് ഈ ഞായറാഴ്ച ഗീത പഠിപ്പിക്കലും മഹാഭാരതം പഠിപ്പിക്കലും അല്ല, അവനെ ഒരു ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാക്കി വാർത്തെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മളെ പഠനത്തിലുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടും നിരന്തരമായ സമ്പർക്കം കൊണ്ടും നമുക്ക് ഇന്നും
കുട്ടികളെ സ്വാധീനിക്കാനും അവരെ ശരിയായ വഴിക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നുള്ളത് അഭിമാനമുണ്ട്. ഇന്നത്തെ നമ്മുടെ കുട്ടികളും ഈ 40 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള കുട്ടികളും അവരൊക്കെ ഇന്ന് പല നിരക്കും ലോകത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും പലയിടത്തൊക്കെ പോയെങ്കിലും അവരിപ്പോഴും അവരുടെ ജീവിതത്തിൽ അവരുടെ കുട്ടികളെ ഈ സംസ്കാരം കൊടുത്ത് വളർത്താൻ, അവരുടെ കുട്ടികളെ ഈ സംസ്കാരം കൊടുത്ത് വളർത്താനുള്ള ഒരു പ്രചോദനവും അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ട് നമ്മുടെ കുട്ടികൾ പലയിടത്ത് പോയവരും ഇന്നും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൽ ഒരു മൂല്യബോധത്തോടു കൂടി ജീവിക്കുന്നതും അത് അവരുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു പ്രചോദനവും നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഇപ്പോഴും സംതൃപ്തനാണ്. അന്നത്തെ സാഹചര്യങ്ങൾ ഇന്നില്ല എങ്കിൽ പോലും ഈ സാഹചര്യങ്ങളെയും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു എന്താ പറയുക പ്രചോദനമാണ് ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക്. അടുത്ത ഒരു 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 എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ട്രക്ചർ എല്ലാത്തിനും ഒരു സിലബസ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് അങ്ങ് 80 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 70 കാലഘട്ടങ്ങളിൽ അത് ചെയ്യുന്ന സമയത്ത് അങ്ങ് വളരെ യങ്ങാണ്. അങ്ങേക്ക് വായിച്ചോ പഠിച്ചോ ഉള്ള എക്സ്പീരിയൻസിനപ്പുറം ജീവിതത്തിന് കണ്ട് വരുന്നൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. മേ ബി പാരൻസ് വല്ല അച്ഛൻ ടീച്ചറായതും അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കാണാൻ കഴിഞ്ഞതൊക്കെ അങ്ങേക്ക് ഒരു ഭാഗ്യമാണല്ലോ. അപ്പോൾ അങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയും ആ സ്ട്രക്ചർ ഇന്ന് പുതിയ ജനറേഷനിലേക്ക് അത് മാറി 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 കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പില്ലേഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം അല്ലേ? അത്രയും സ്ട്രോങ് ആയ ഒരു സാധനമായതുകൊണ്ടാണ് ഈ പ്രതികൂലമായ സാഹചര്യം നമ്മൾ പറയില്ലേ, ഇപ്പം ഭൂകമ്പത്തിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്നൊരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോലെ അത്രയും ആ ഒരു സ്ട്രക്ചർ എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ ഒരു തുടക്കം എങ്ങനെ? സ്ട്രക്ചർ രൂപപ്പെട്ടതുണ്ടല്ലോ രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഞാൻ കുട്ടിക്കാലത്തൊന്നും നമ്മുടെ ഗ്രാമത്തിലൊന്നും സംഘത്തിൻ്റെ വർക്കൊന്നും അറിയില്ല. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനൊരു ട്രെയിനിങ്ങിന് മൈസൂർ പോയപ്പോഴാണ് RSS ആയിട്ട് ബന്ധപ്പെടുന്നത്. ആ ബന്ധം എനിക്കൊരു അടിത്തറയിട്ടു. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ നാട്, നമ്മുടെ ധർമ്മം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കലകൾ, ഇത് മഹത്താണ്. ഇത് സംരക്ഷിക്കപ്പെടേണ്ടത്, നിലനിർത്തേണ്ടത്, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ള ആ പില്ലർ എന്ന് പറയുന്നത് ഇട്ട് തന്നിരിക്കുന്നത് സംഘപ്രവർത്തനമാണ്, സംഘത്തിൽ നിന്നാണ്. ഞാൻ വളരെ വൈകിയ സംഘത്തിൽ പോയതുകൊണ്ട് ശാഖയിൽ പോകാനോ ക്യാമ്പിൽ പോകാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ ആശയപരമായിട്ട് ഈ അടിത്തറയിട്ട് വന്നു. അതോടൊപ്പം നമ്മൾ പിന്നെ ബന്ധപ്പെട്ടത് മുഴുവൻ ആദ്യം ചട്ടമ്പി സ്വാമി പരമ്പരയാണ്. ആലുവായിലെ സ്വാമി, മൂലമറ്റ സ്വാമി, ആ പരമ്പരകൾ. അതോടൊപ്പം തന്നെ രാമകൃഷ്ണമഠം, അതോടൊപ്പം തന്നെ തിരുമേനി മിഷൻ. അങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന എല്ലാ ആശ്രമങ്ങളും ആചാര്യന്മാരുമായിട്ടും പല പല കാലഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടു. എൻ്റെ ഭാര്യ അന്ന് ഗോപാലാനന്ദ തീർത്ഥസ്വാമികളുടെ സ്കൂൾ തുടങ്ങിയപ്പോൾ വിദ്യാധര സ്കൂളിലെ ആദ്യം വെച്ച അധ്യാപകരിലൊന്നാണ് മലയാള അധ്യാപിക. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കാനും. ഞാൻ സ്വാമിയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാമി എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടായത് തന്നെ. അപ്പോൾ സ്വാമിയായിട്ടുള്ള ബന്ധം, രാമകൃഷ്ണ മഠം, ചിന്മയ മിഷൻ, ഇങ്ങനെയുള്ള പല ആധ്യാത്മിക സംഘടനകളും ആചാര്യന്മാരുമായിട്ടുള്ള നിരന്തരമായ ബന്ധം, അവരുടെ ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ. അതോടൊപ്പം ഇവിടെയാണ് മാധവജിയെ പോലത്തെ ആൾക്കാർ. മാധവജി ഒരു സംഘപ്രചാരകനായിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം ബൗദ്ധിപ്രമുഖായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേഖല മാറി. അപ്പം എന്നെ ഈ ആശയങ്ങളിലേക്ക് ആദ്യം ആകർഷിക്കപ്പെട്ടത് ഒന്ന് മാധവജിയാണ്. മാധവജിയുടെ ഉന്നതമായ ഒരു ബൗദ്ധിക നില അത്ഭുതപ്പെടുത്തുന്ന, അങ്ങനെയാണ് മാധവജിയുടെ ഒരു ഫോളോവർ എന്ന് പറയാം ആയിത്തീർന്നത്. അത് കഴിഞ്ഞ് മാധവജിയായിട്ട് വളരെ അടുപ്പായി. എൻ്റെ വീടിന് തറക്കല്ലിട്ട മാധവജിയാണ്. അങ്ങനെ മാധവജിയായിട്ടുള്ള ബന്ധമുണ്ടായി. അപ്പോൾ മാധവജിയുടെ ചിന്തകൾ, അതും ഈ നമ്മുടെ ധർമ്മം, പാരമ്പര്യം, ഇതിലേക്കുള്ള യുക്തിയുക്തമായ ചില ആശയങ്ങൾ, ക്ഷേത്രത്തെ പറ്റിയുള്ളതൊക്കെ, അതൊക്കെ മാധവജിയെ കൂടിയാണ് വന്നത്. മാധവജി പിന്നെ വന്നത് ഒരു മാതാമൃതാനന്ദമയി. അത് ഏറ്റവും അവസാനം വന്നത് ഏറ്റവും ശക്തമായിട്ടുള്ളതാണ്. അപ്പോൾ 1980
84 85. അന്ന് അമ്മയ്ക്ക് ഇപ്പോൾ 72 വയസ്സായി. അന്ന് അമ്മയ്ക്ക് 30 വയസ്സാണ്. 31ാമത്തെ പിറന്നാൾ മുതൽ ഇതുവരെ ഞങ്ങൾ മുടങ്ങിയിട്ടില്ല. അന്ന് അധികം ആളിലൊന്നുമില്ല, വളരെ കുറച്ച് ആളുകൾ. അവിടെ പോകുന്നവരെയൊക്കെ ആളിൽ പരിഹസിക്കുന്നൊരു കാലം. ആ തീർച്ചയായിട്ടും. കാലത്താണ് ഞങ്ങൾ അമ്മയുടെ പോയത്. അതൊരു വലിയ ബന്ധമായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ഏണ്ട 40 കൊല്ലമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അമ്മയുടെ സ്വാധീനം, അമ്മയുടെ ആശയങ്ങൾ, അമ്മയുടെ പ്രവർത്തനങ്ങൾ. അമ്മയായിട്ടുള്ള ബന്ധം വെറുതെ പോയി കാണലല്ല, ഇപ്പോഴും ബന്ധം. കഴിഞ്ഞ 2 മാസം മുമ്പ് പോയപ്പോഴും അമ്മ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ മോനെ കണ്ടോ, 40 കൊല്ലമായി ഈ മോൻ കുട്ടികൾക്ക് ക്ലാസ് നടത്തുമെന്ന് അമ്മ പറഞ്ഞു. അത് അമ്മയ്ക്കും അറിയാതല്ല. അപ്പം ഇങ്ങനെ നിരവധി മഹാത്മാക്കളുമായിട്ടുള്ള സമ്പർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ വിജ്ഞാനദാഹം, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാക്കി. പിന്നെ പല ക്ലാസ്സുകളിലൂടെ, പിന്നെ പ്രഭാഷണങ്ങളിലൂടെ, പിന്നെ ഗ്രന്ഥം. ഇപ്പോൾ ഒരു 5000-ഓളം പുസ്തകങ്ങളിലൊരു ഗ്രന്ഥശാല എനിക്കുണ്ട്, അതെ. ലക്ഷ്മിയുടെ കൂടാതെ. ഇതൊക്കെ ഉണ്ടായത് ഇങ്ങനെയാണ്. ഇതറിയാനുള്ള ആഗ്രഹം നമ്മളെ വായനയിലേക്കും മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറി വന്നത്. നമ്മൾ ആരംഭിക്കുന്ന കാലത്ത് 0. 21 വയസ്സ് ചെയ്ത് ആരംഭിക്കുമ്പോൾ നമ്മളൊരു 0 ആയിട്ട് ആരംഭിക്കുന്നു. നമുക്കൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് നമ്മുടെ ദൗത്യം ഇതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളതിനേക്കാളൊക്കെ പ്രാധാന്യം ഇതിന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ വളർന്നു, അതോടൊപ്പം നമ്മുടെ പ്രവർത്തന മേഖലകളും വളർന്നു വന്നത്. ഈ ഒരു നമ്മൾ ആ പ്രായത്തിൽ എപ്പോഴും ഇൻഫ്ലുവൻസ് ആയി പോകുന്നൊരു പ്രായമാണ് അല്ലേ? അങ്ങ് ഇതിൽ ഇൻഫ്ലുവൻസ് ആവുന്ന സമയത്ത് വേറൊരു ജനത, ഇപ്പം നമ്മൾ നോവലിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ആ സമയം കഞ്ചാവിൻ്റെ വഴി, ഹരിദ്വാറിൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരു മേഖല അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പെടാതെ അതൊക്കെ അങ്ങയുടെ അടുത്തും വന്നിട്ടുണ്ടാവും, അങ്ങ് ഇത് വായിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ടല്ലോ, രണ്ട് പാത്താണ്. അപ്പം അങ്ങയുടെ ആ ഒരു യങ് ഏജിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വലിയ പ്രാരാബ്ധങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും പെട്ടെന്ന് ജോലി കിട്ടിയൊരു കാലഘട്ടത്തിൽ ഉടനെ ഉടൻ ജോലി കിട്ടിയതാണ്. അപ്പോൾ അങ്ങനൊരു കാരണം ഈവൻ ദോ പലർക്കും ഇതൊക്കെ സാഹചര്യങ്ങളുണ്ട്, എല്ലാവർക്കും നല്ല സാഹചര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ മനുഷ്യനെപ്പോഴും മനുഷ്യനല്ലാണ്ടായി മാറുന്നത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് തന്നെയാണ്. അത് ചഞ്ചലപ്പെടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വല്ല ചാഞ്ചല്യങ്ങൾ അങ്ങേക്ക് വന്നിട്ടുണ്ടോ? കാരണം ഇത് തുടങ്ങണ്ടായിരുന്നോന്നോ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു മേഖലയിലേക്ക് പോകണമെന്നോ, അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. എനിക്ക് ഒട്ടും തുടങ്ങിയത് ഇത് ഞാൻ എന്തിനാ ജനിച്ചത്, ഞാൻ ജനിച്ചത് ഇതിനാണ് എന്നൊരു ബോധ്യം എൻ്റെ മനസ്സിൽ അന്നും ഉണ്ട്. അതുകൊണ്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതിനെപ്പറ്റി. പിന്നീട് ഒരു റീതിങ്കിങ്, രണ്ടാമതൊരു ആലോചന ഉണ്ടായിട്ടില്ല. ഇതെല്ലാം മുന്നോട്ട് പോകണം എന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയണം. എൻ്റെ ഈ വഴിക്ക് തിരിച്ചതിൽ വലിയൊരു പങ്ക് അമ്മ നല്ല വായനക്കാരിയാണ്. അമ്മയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് കൊടുക്കണം ഞാനാ. അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുന്ന ബുക്ക് മുഴുവൻ ഞാൻ വായിക്കും. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അന്ന് ഇത്തരം സാഹിത്യങ്ങളൊന്നും അല്ല കേട്ടോ. വായനയിലേക്ക് തുടക്കം ഇങ്ങനെയല്ലല്ലോ. അന്ന് നോവലുകൾ, അന്ന് മുട്ടത്തുവർക്കിയുടെ ആയാലും കാനത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ MTയുടെ ആയാലും പിന്നെ പൊറ്റക്കാടിൻ്റെ ആയാലും കേശവദേവൻ്റെ, തകഴിയുടെ എല്ലാ പ്രധാനപ്പെട്ട അത് തുടക്കം എപ്പോഴും നോവലുകൾ. ആ നോവലുകളിലൂടെ, അതേപോലെ തന്നെ കഥകളിലൂടെ, നോവലുകളിലൂടെ, യാത്രാവിവരങ്ങളുടെ വായനയാണ്. അങ്ങനെ വായിക്കാനൊരു ശീലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മളൊരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശീലം ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനും ഒരു വലിയൊരു പങ്ക് ഉണ്ട്, അമ്മയുടെ ഒരു സ്വാധീനമുണ്ട്. കാര്യം അമ്മ വായിക്കുന്നത് കൊണ്ടാണ് ഞാനും ആ പുസ്തകം എടുത്തുകൊണ്ടുവന്ന് വായിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായത്. നമ്മുടെ വീടിൻ്റെ സാഹചര്യം എപ്പോഴും കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല. ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടി എനിക്കതിൽ ചോദിച്ചിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ലക്ഷ്മി ശങ്കർ ചേച്ചി പല പ്രഭാഷണങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങയുടെ വീട്ടിൽ അങ്ങ് ചട്ടമ്പി സ്വാമി മുതൽ വിവേകാനന്ദ സ്വാമി വരെയുള്ള എല്ലാ മഹാരഥന്മാരുടെ പിക്ചർ ഫ്രെയിം ചെയ്ത്, കാരണം അന്നൊക്കെ ഫ്രെയിം ചെയ്യണമെങ്കിൽ ആദ്യം പിക്ചർ സംഘടിപ്പിക്കണം, എന്നിട്ട് ഫ്രെയിം ചെയ്യണം, എന്നിട്ട് തൂക്കണം,
അത് ചെറിയൊരു പണിയല്ല അന്നത്തെ കാലത്ത്. അപ്പം ഗാന്ധിജി മുതൽ എല്ലാവരുടെയും ഈ ഫോട്ടോ വീട്ടിൽ അങ്ങ് ഒരു ആരാധന മുഹൂർത്തം. കാരണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പണ്ട് മൈക്കിൾ ജാക്സൻ്റെ ഫോട്ടോ മുതൽ ബാക്കി എല്ലാ ഫോട്ടോകളും വെക്കുന്നൊരു കാലമാണ്. അങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം ഗാന്ധിജിയുടെ ഫോട്ടോ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് ഈ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം ചട്ടമ്പി സ്വാമികളുമായിട്ടാണ്. പിന്നെ ഈ ആശ്രമങ്ങളായിട്ട് ബന്ധം വന്നപ്പോൾ ചട്ടമ്പി സ്വാമികൾ, അതേപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ ശ്രീനാരായണ ഗുരുദേവൻ, പിന്നെ രാമകൃഷ്ണദേവൻ, വിവേകാനന്ദൻ, ശാരദാദേവി, രമണ മഹർഷി, ഇങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് ഇവരെ കാണുമ്പോൾ നമ്മൾ നേരം വെളുത്ത് നോക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ ഇവരുടെ ജീവിതവും ഇവരുടെ ആശയങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ പണ്ടൊക്കെ പടം വയ്ക്കണ ഈ പടമൊന്നും വയ്ക്കാറില്ല. ഇല്ല, ചിലർ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതെങ്കിലും അവൻ്റെ ഗുരുവിൻ്റെ, നമ്മളെല്ലാ ഗുരുക്കന്മാരെയും ഞാൻ എൻ്റെ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു പരമ്പരയിലും അല്ലാതെ എല്ലാം നമ്മുടെ സാംസ്കാരിക നവോത്ഥാനത്തിന്, ആധ്യാത്മിക നവോത്ഥാനത്തിന് കാരണഭൂതരായ ഈ ആചാര്യന്മാരെ എല്ലാവരെയും കേരളത്തിലെ സാഹചര്യം എടുക്കുമെങ്കിൽ വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെ എല്ലാ ആചാര്യന്മാരെയും അവരുടെ സംഭാവനകളെയും ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒന്നിലും ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവരെയൊക്കെ കണ്ടു വളർന്നപ്പോൾ ഇവരോടുള്ള ആദരവ് നമ്മൾ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ആരംഭിച്ചു. അപ്പോൾ പിന്നെ പുതിയ വീടുകളിലൊന്നും ആരും ചിത്രം വെക്കണ ഏർപ്പാടില്ലാതായി. അതെ, കംപ്ലീറ്റ് ഇല്ലാണ്ടായി. അത് മാത്രമല്ല, അതൊക്കെ ഒരു നമ്മളുടെ ഒരു നിലപാടിൻ്റെ ഭാഗം മാത്രമായി. ഇപ്പം അങ്ങ് പറഞ്ഞൊരു കാര്യം, ഗുരു എന്നുള്ളത് എപ്പോഴും ഗുരു തത്വമായി കാണേണ്ട ഒരു രീതിയാണെന്ന് മനസ്സിലായി. കാരണം പല ഗുരുക്കന്മാരുണ്ടാവാം, പലവരും പല തത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തരാം. അതിൽ നമുക്ക് വേണ്ടത് എടുക്കുക എന്നുള്ളതാണ് ശരിക്കുള്ളൊരു നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ഇത് കുട്ടികളെ തുടങ്ങി പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണ ഇപ്പം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും മനസ്സിൽ തോന്നാം, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ കുട്ടികൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്? ഇപ്പോൾ സാധാരണ നിങ്ങൾ എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു എത്ര പ്രായമുള്ള ആൾ വരണം, എത്ര കാലം വരെ നമ്മളതവിടെ ഉണ്ടാവും, എന്തൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഒരു സമയത്ത് എനിക്ക് 2 ബാച്ച് ഉണ്ടായിരുന്നു. 6ാം ക്ലാസ് ഒരു ബാച്ചും 6 കഴിഞ്ഞാൽ വേറൊരു ബാച്ചും. ഇപ്പോൾ പൊതുവെ കുട്ടികൾ കുറഞ്ഞ കാലഘട്ടം, സ്കൂളിൽ കുട്ടികളില്ല, ഒരിടത്തും കുട്ടികളില്ല. ഞങ്ങളുടെ ആ ചുറ്റുവട്ടം മുഴുവനുണ്ടല്ലോ ഒരു വൃദ്ധസദനങ്ങളായിട്ട് മാറി. കാരണം ഒരു കാലത്ത് ഞങ്ങൾ അവിടെ താമസിക്കുന്ന കാലത്തൊക്കെ ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഇപ്പോൾ ലക്ഷ്മി പോലെ കുട്ടികൾ പഠിച്ചു പോയി. പുതിയ തലമുറ കുട്ടികൾ കുറവാണ്. ഇപ്പോൾ ഒരു ബാച്ച് നടത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യണേതാണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളെയും നമ്മൾ പ്രവേശിപ്പിക്കും. ചെറിയ കുട്ടികൾക്ക് ഒന്നും മനസ്സിലായില്ലെന്നിരിക്കട്ടെ, ഇവിടെ വന്നിരിക്കുമല്ലോ, ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ കേൾക്കും. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ കയറും. ഒരു കുട്ടി, ഞാൻ അത് LKG പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഈ ഭക്ഷണം, ബേക്കറി ഫുഡ്, ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. കുട്ടികൾ ആഗ്രഹത്തിന് കഴിച്ചോട്ടെ, ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോടൊരു കുട്ടിയുടെ അമ്മ പറഞ്ഞു, LKG പഠിക്കുന്ന കുട്ടിയാണ്, ഐസ്ക്രീം കൊടുത്തപ്പോൾ ആ കുട്ടി ഇത് പറഞ്ഞു എന്ന്, ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ വേറെ ഒരു ആശയം കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ പറയുന്ന ആശയങ്ങൾ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കിട്ടും. പിന്നെ ഇപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറേ കൃതികൾ ടെക്സ്റ്റ് പഠിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ദൈവദശകം ഞങ്ങൾ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ദൈവദശകമാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രാർത്ഥന. അതുപോലെയുള്ള പ്രാർത്ഥനകൾ, പിന്നെ ശങ്കരാചാര്യരുടെ ഏതെങ്കിലും കൃതി, ഗീതയിലെ 2 അധ്യായങ്ങൾ, നാരായണീയം, ഇങ്ങനെ കുറേ നമ്മുടെ ടെക്സ്റ്റുകളുടെ പഠിപ്പിക്കൽ അതെല്ലാവർക്കും പഠിക്കാം. പിന്നെ വരുന്നത് 2 ഭാഗമായിട്ട് തിരിച്ചു. ഒരു ഭാഗം മുതിർന്ന കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് അത്രത്തോളം മനസ്സിലായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ആശയം കിട്ടും. തീർച്ചയായിട്ടും. മുതിർന്ന കുട്ടികൾക്ക് പണ്ടി ഒരു ഭാഗം, അതിൽ കുറച്ചുകൂടി വാല്യൂ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹെറിറ്റേജ്, അതിൽ നമ്മുടെ കൃതികൾ, നമ്മുടെ ക്ലാസിക്കൽ കൃതികൾ, നമ്മുടെ സാഹിത്യം, നമ്മുടെ സംഗീതം, നമ്മുടെ കലകൾ, നമ്മുടെ വേദങ്ങൾ, ഇതിഹാസങ്ങൾ, ഇങ്ങനെയുള്ള പൊതുവെ ഉള്ളതായിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ മുതിർന്ന കുട്ടികൾക്ക്. സെക്കൻഡ് പാർട്ട് കഥ,
അത് ചെറിയ കുട്ടികൾക്ക്, ചെറുതെന്ന് പറഞ്ഞാൽ വലിയവർക്കും പ്രയോജനപ്പെടും. അതിൽ പ്രധാനമായിട്ട് ഇതിഹാസങ്ങൾ 2 രാമായണവും മഹാഭാരതം. മഹാഭാരതം തന്നെ ഒരു 3 കൊല്ലം കൊണ്ട് മഹാഭാരതം ഒരു ആവർത്തി തീരുന്നത്. പിന്നെ പുരാണങ്ങളിൽ പ്രധാനം ഭാഗവത പുരാണം, പിന്നെ മറ്റ് പുരാണങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട കുറേ കഥകൾ, പിന്നെ ഒരു 50ഓളം മഹാപുരുഷന്മാരുടെ ജീവിത കഥകൾ. പറഞ്ഞ രാമകൃഷ്ണദേവൻ, വിവേകാനന്ദൻ, ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ. അത് ആധ്യാത്മിക ഗുരുക്കന്മാർ മാത്രമല്ല, അതിൽ സംഗീതജ്ഞൻ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരായ ഭാഗവതത്തിൽ സംഗീതജ്ഞന്മാരുണ്ടാവും, വീരപുരുഷന്മാരുണ്ടാവും, ഝാൻസി റാണി, ശിവജി, പ്രതാപ് സിംഗ്, വീരപുരുഷന്മാരുണ്ടാകും. അങ്ങനെ നമ്മുടെ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ പുരാതന കാലം മുതലുള്ള വ്യക്തികൾ. അതിൽ ഇപ്പോൾ കബീർദാസിനെ പോലത്തെ ആൾക്കാർ എല്ലാം 50ഓളം പേര് ആ ജീവചരിത്രങ്ങളൊക്കെ പെടും. ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നത് 2 ബാച്ചാക്കാൻ ഇപ്പോഴത്തെ പ്രയാസം കൊണ്ട് ഇപ്പോൾ ഓൺലൈനുണ്ട് ക്ലാസ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു സിലബസാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സിലബസാണ്. കാരണം റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്, ആത്മീയത അതിലുണ്ട്, ദേശീയ ബോധം, കുട്ടികളുടെ ബോധം തീർച്ചയായിട്ടും, ദേശീയബോധത്തിന് വളരെ ഇമ്പോർട്ടൻ്റ്. അതെനിക്ക് തോന്നുന്നു സംഘപ്രവർത്തനമാണ് അങ്ങയുടെ ഒരു കോമ്പനി. വേറൊരു മതപാഠശാല എന്ന് പറഞ്ഞ സംഘജീവിതത്തിൽ പെട്ടതല്ല. ഇതൊരു നമ്മൾ പേര് ഇട്ടിരിക്കുന്നുണ്ടല്ലോ, സനാതന ധർമ്മ പഠന കേന്ദ്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. വെരി ഗുഡ്, നല്ല. കാരണം അതൊരു എന്താ പറയുക, അപ്പം ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കട്ടെ, ഈ ധർമ്മം അല്ലേ, ഇപ്പം അതിൽ അങ്ങ് ആ പേര് ഉച്ചരിച്ചുകൊണ്ട്, ഈ ധർമ്മം വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് നീതിയുക്തമായി പെരുമാറാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ എന്തായാലും വരും. അപ്പം ഇങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പഠിച്ചു പോയ ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങ് പഠിപ്പിക്കുന്ന സമയത്തോ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഇപ്പം ഒരുപാട് മൂലച്യുതി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ കുട്ടികൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റക്കായ സമയത്ത് അങ്ങേക്ക് എവിടെയെങ്കിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, അതൊരു ഡൈവേർഷനിലൂടെ പോകണമായിരുന്നു, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചിലർക്കുണ്ടായെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു പ്രായത്തിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു +2 ഒക്കെ കഴിയണ കാലഘട്ടം ഉണ്ടല്ലോ, അപ്പോൾ പുറത്തൊരു ലോകത്ത് ചെല്ലുമ്പോഴും ഇതൊക്കെ ഞാൻ ഈ പഠിച്ചു വന്ന ഇതൊക്കെ എന്ത് വേറൊരു ലോകത്തേക്ക് ചെല്ലുവാണ്. പക്ഷെ അങ്ങനെ പോയ കുട്ടികൾ ഏതാണ്ട് നല്ലൊരു എല്ലാവരും തന്നെ ഉണ്ടല്ലോ, പിന്നൊരു ഘട്ടം വരുമായിരുന്നു. ഏത് 16-17 വയസ്സ് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് ഒരു കുടുംബസ്ഥരാകും, ഉത്തരവാദിത്തങ്ങളൊന്നും. അപ്പം ഞാൻ കണ്ടേക്കണമൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ പിള്ളേർ തിരിച്ചു വരുന്നുണ്ട്, അവരുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ വരും. കാര്യം അവർക്കത് മനസ്സിലായി. പിന്നീട് പലരും പറയാറുണ്ട് കേട്ടോ, ഈ ചിന്മയിലൊക്കെ പഠിച്ചു പോയ പിള്ളേർ പലരും അന്നൊക്കെ പഠിച്ചു പുറത്തു പോയിരുന്ന ഒരു പരിഹാസമാണ്, ഗീത പഠിച്ചു ചിന്മയാന സ്വാമി എന്നൊക്കെ വെച്ചാൽ. പക്ഷെ കുറേ കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് അറിയാം, അന്ന് കിട്ടിയ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം. ഈ ക്ലാസ്സിൽ നിന്ന് അമേരിക്കയിലൊക്കെയുള്ള കുട്ടികൾ വരുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയതുണ്ടല്ലോ, അത് ഞങ്ങളുടെ ജീവിതത്തിലാകെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഇവിടുന്ന് കിട്ടിയ അറിവുകൾ, വിദ്യാഭ്യാസമുള്ളത്. അപ്പം ഇടയ്ക്കൊന്ന് തെറ്റിപ്പോകും. അത് ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. പിള്ളേർ പ്രത്യേകിച്ച് ആൺകുട്ടികളോട്ടാ, പുറത്ത് പോയ ആൺകുട്ടികൾ വേറൊരു ലോകത്തിൽ പെടും. പക്ഷേ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവരെ തിരിച്ചു വരും. കാരണം അവർ പഠിച്ച കണക്കും സയൻസും ഒക്കെ അവരെ സഹായിക്കും. എന്തിനാണെന്നറിയാം? ഒരു ജോലി കിട്ടാൻ അല്ലേ? ആ കണക്കും സയൻസും അവർ പഠിച്ച വിഷയങ്ങളൊക്കെ ഒരു ജോലിക്ക് സഹായിക്കും. പക്ഷെ ജോലി കിട്ടിയാലോ, ജീവിതം മുന്നിൽ കിടക്കുമ്പോഴേ, ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോഴോ, ജീവിതത്തിൽ നേരിടാൻ അവർ പഠിച്ച ഈ കണക്കും സയൻസും ഒന്നും അവരെ സഹായിക്കില്ല. അതൊക്കെ കഴിഞ്ഞു. അപ്പം എന്താണ്? അപ്പോഴാണ് ഈ ധാർമ്മിക മൂല്യങ്ങളും അവർ പഠിച്ച ഗീതയും അവർ പഠിച്ച ഇതിഹാസ കഥകളിലെ കഥകളും ഒക്കെ ഉണ്ടല്ലോ, എന്താണ് ധർമ്മം, എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരെ ശരിയായിട്ടുള്ള വഴിക്ക് നയിക്കാൻ, അവരെ യഥാർത്ഥ ജീവിതത്തിൽ സഹായിക്കുന്നത് ഈ അറിവായിരിക്കും. സ്കൂളിൽ കോളേജിൽ പഠിച്ച അറിവല്ല. ഞാൻ പഠിച്ച എൻ്റെ വിഷയം കണക്കായിരുന്നു. ഞാൻ പഠിച്ച അറിവ് കൊണ്ട് പറയാൻ പാടില്ല, എന്നാലും എനിക്കൊരു ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ അറിവില്ല. നേരെ മറിച്ച് എൻ്റെ മകള്, അവൾ ആദ്യം പോലെ ഈ വിഷയങ്ങൾ പഠിച്ചു. അവൾ പഠിച്ച വിഷയങ്ങൾ
ജീവിതമായിട്ട് ബന്ധമുള്ളതാണ്. ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ആ അറിവ് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുന്നതിൽ ജോലി കിട്ടുന്ന ഒഴിച്ചാൽ ഒന്നിനും ഇത് സഹായിച്ചിട്ടില്ല. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ തികഞ്ഞ് പോയാലും പലരും പ്രായമെത്തിയ കുട്ടികൾ പലരും പറയുന്നുണ്ട്, എന്താണ് ഞങ്ങൾക്ക് കിട്ടിയ ഈ വാല്യൂ എഡ്യൂക്കേഷൻ, ഈ ജീവിതത്തിൽ എന്തിനാണ് ജീവിതം, എന്താണ് ജീവിതം, എന്താണ് ധാർമ്മികത, നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചിന്തിച്ച് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു അടിത്തറ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, അതുതന്നെയായിരുന്നു.